അപ്പൊ മക്കളെ മമ്മിതേ പിന്നെ ഒരു വീഡിയോ കൊണ്ട് വന്നേക്കാണ്. ചിക്കനെ കിട്ടില്ല. എന്നിട്ട് മെഹബൂബല്ല മദൂദ് ചിക്കൻ മദൂദ് അങ്ങനെയാണെന്നാണ് തോന്നുന്നത്. അറബിക് ഫുഡാണ്. അപ്പൊ ഇത് നമ്മ ചെറുത് ഉണ്ടാക്കിയാണ് നമ്മ തഴക്കം വരണ്ടേ. ഇത് നമ്മ ഏറ്റവും മുകളിലേക്കാണ് വെച്ച് പിടിച്ചേക്കണേ. അപ്പൊ അത് എന്താണെന്ന് നമുക്ക് നോക്കാലാ. ചിക്കൻ അതന്നെ ചിക്കൻ ചിക്കൻ നമ്മള് വേറെ ദിവസങ്ങളിൽ നമ്മള് വേറെ ഐറ്റംസ് ഉണ്ട്. ഇത്തരത്തിന് ആവശ്യമുള്ളൂ. അപ്പൊ അത് മമ്മി നമ്മള് 4 പേർക്ക് അത്ര പീസ്. അപ്പൊ ഡാഡി കഴിക്കൂല. ഡാഡി ഒരു സാധനം റോളക്സിന് ഇപ്പൊ തൈരൊക്കെ കുഴച്ച് വായിൽ കുത്തി കയറ്റി കൊടുത്തോളൂ ചോറ്. അപ്പൊ നമുക്കിത് തുടങ്ങാൻ പോണല്ലേ മീ? ഞാനാണ് പ്രിപ്പറേഷൻ ചെയ്യണേ. മമ്മി പ്രിപ്പറേഷൻ. അപ്പൊ നമുക്ക് അതിനായിട്ട് ഒരു കുക്കർ വേണം. കുക്കർ ചൂടാക്കി കഴിഞ്ഞ് കുക്കർ ചൂടാക്കട്ടെ. സാധനങ്ങള് സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, ഗാർലിക് പേസ്റ്റ്. അത് നമുക്ക് പാക്കറ്റ് ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ മറ്റേത് എടുത്തില്ല, അതായത് പച്ച എടുത്തില്ല. പിന്നെ മെയിൻ സാധനം അരി, പിന്നെ തക്കാളി പേസ്റ്റ് ആക്കി വെച്ചത്, പിന്നെ ഓയില്, മാഗി ക്യൂബ്, മസാലപ്പൊടി, പിന്നെ മറ്റേ ഇതുണ്ട് കഷ്ണം, അതായത് സാധാ സ്പൈസസ്, അതായത് ഡ്രൈ ആയിട്ടുള്ള സാധനം, പിന്നെ വെള്ളം, അങ്ങനെ സാധനങ്ങൾ. അപ്പൊ നമ്മള് ഗ്യാസ് കത്തിച്ച് തുടങ്ങിയാണ്. മമ്മി വരണ്ടേ? മമ്മി പിന്നെ വരണ്ടേ? മമ്മി ഇവിടെ തന്നെ ഉണ്ട് മക്കളെ. എന്നിട്ടാണ് അവൻ ചോദിക്കുന്നത്. അപ്പൊ ഗ്യാസ് കത്തി കുക്കർ വെച്ചു. നമ്മുടെ വലിയ കുക്കറില്ലാത്തൊരു പോരായ്കയാണ്. മമ്മി അത് എപ്പോഴും പറയും. അപ്പൊ മമ്മി അടുത്ത പ്രാവശ്യം മമ്മി ഞങ്ങൾക്കൊരു കുക്കർ വാങ്ങിച്ചു തരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു മക്കളെ, ഈ കുക്കറിൽ അധികം അരി വെക്കാൻ പറ്റില്ല. പക്ഷെ അധികം അരി വേണ്ട. ഗ്രാമ്പു, പട്ട, അങ്ങനെ സാധനമൊക്കെ കുറേശ്ശെ ഇട്ട് കൊടുക്കും. എന്നിട്ട് അതൊന്ന് മൂത്ത് കഴിയുമ്പോ സവോള ഇടുക, നന്നായിട്ട് മൂപ്പിക്കുക. അങ്ങനെ അതൊക്കെയാണ് പരിപാടി. വഴി കാണിച്ചു തരും. മമ്മി വാ മമ്മി. മമ്മി വരാടാ. മമ്മി ആ ചിക്കനൊക്കെ ഒന്ന് ഒതുക്കി വെക്കിട്ടെ. പിന്നെ പിറ്റേ ദിവസത്തേക്ക് നമ്മ ഇപ്പൊ മാത്രം നോക്കിയാ പോരല്ലോ. അപ്പൊ കഴിച്ച് കുക്കറിലെ വെള്ളമൊക്കെ വെറ്റി നമ്മള് ഗോൾഡ് വിന്നറാണ് പൊട്ടിക്കണേ. ഗോൾഡ് പൊട്ടുന്നില്ലല്ലോ കർത്താവ്. ഗോൾഡ് വിന്നർ പൊട്ടിക്കാൻ പോണ്. പൊട്ടിച്ചു. ഗോൾഡ് വിന്നർ പൊട്ടിച്ചു. അപ്പോൾ കുറച്ച് എണ്ണ, തീ കുറച്ച് വയ്ക്കുക. തീ ഇത്തിരി കൂടുതലാണ് തീ. അപ്പോൾ നമ്മൾ കുറച്ച് ഓയിൽ ഇട്ട് കൊടുത്തു. ഇത് നമ്മൾ എടുത്തു അതിലേക്ക് നമ്മൾ കുറച്ച് സാധനങ്ങൾ ഇട്ട് കൊടുക്കുക. നമ്മുടെ ഒരു അളവ്, കൈയളവ്. നമ്മൾ വീഡിയോയിൽ കണ്ടു നോക്കിയിരുന്നു, പക്ഷെ അതൊക്കെ നമ്മൾ മറന്നുപോയി. അപ്പോൾ കുറച്ച് 3-4 ഏലക്ക, ഒരു 5 ഏലക്ക ഇടുക. നമ്മൾ തീ കുറച്ച് വെച്ചിട്ടുണ്ട്. തീ കുറച്ച് വെച്ചിട്ട് ചിലപ്പോൾ കത്തി പോകും. നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കി വരുമ്പോ മെഹബൂബ് കുറച്ച് കുരുമുളക് തന്നെ ആകണം. നമ്മുടെ സ്റ്റൈലിൽ ഉണ്ടാക്കി വരുമ്പോ മെഹബൂബ് ആകരുത്, മധൂദ് തന്നെ ആകണം. കുരുമുളക് ഇത്ര കുരുമുളക് അതിന്റെ പകുതി മതി പോനെ. അപ്പൊ ഇത്ര മതിയില്ലേ? മതി ഇത്രയും. അപ്പൊ മമ്മി അവിടെ ഒരു ആളായിട്ട് നിന്നോട്ടാ നോക്കാനുണ്ട്. ഒരു 6 മതി. 6 എണ്ണിട്ടോ. 6 എണ്ണിട്ടോ. അതിനൊക്കെ ഭയങ്കര ഫ്ലേവർ വരും. അതാ ഭയങ്കര ഫ്ലേവർ വരും. അതാ പട്ട ഒരു 2 കേട്ടോ. പട്ട 2, 3 മതി. 4 ഇടാല. 4 നീളത്തിൽ കിടക്കട്ടെ. അത് ബിരിയാണിയിലുള്ള ഇല്ലേ? ഏലക്കായിട്ടോ ഒരു സ്പൂൺ എടുത്ത് ഇളക്കാനായിട്ട്. അപ്പൊ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഇട്ടു. ഇനി ഇളക്കി ഒന്ന് മൂത്ത് തന്നെ. ഇത് മതി, സ്പൂൺ മതി. അപ്പോൾ നമുക്ക് ഒരു സ്പൂൺ കിട്ടിയിട്ടുണ്ട്. അത് വെച്ച് സംഭവം ഒന്ന് ഇളക്കി സെറ്റ് ചെയ്തെടുക്കാം. ഓക്കെ. അപ്പോൾ കഴിച്ച് ആ സംഭവം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. എന്താണ് പൊട്ടിത്തെറി? പൊട്ടിത്തെറി ഒത്തിരി കണ്ടിരിക്കടാ. അങ്ങനെ പൊട്ടണ വെള്ളം വീണിട്ടായിരിക്കും. പത്ത് പിടിക്കോ? നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടു. അവിടെ നിന്നോ.
അത് കഴിഞ്ഞിട്ട് നമുക്ക് സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ കഴിച്ച് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടതിന് ശേഷം അത് മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ സവോള ഇടണം. ഓക്കെ, 2 വലിയ സവോള അല്ലേ. അമ്മോണ് ഇതൊക്കെ നമുക്ക് അരിഞ്ഞ് സെറ്റപ്പ് ചെയ്ത് തന്നത്. അപ്പോൾ നമ്മൾ സവോള ഇട്ട് കൊടുക്കണം. അതിന് ശേഷം എന്ത് ചെയ്യണം? തക്കാളി 2 തക്കാളി ഉണ്ട്, അതായത് അരിഞ്ഞ തക്കാളി ഉണ്ട്, നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചാൽ തക്കാളി 2 ഇട്ട് കൊടുക്കണം. നമ്മൾ സവോള ഇട്ടു. ഈ സവോള ഒന്ന് വാടി വരട്ടെ, എന്നിട്ട് കാണിക്കാം അല്ലേ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മൾ സവോള ഒരു മുരിഞ്ഞ് റെഡി ആയി വന്നിട്ടുണ്ടെന്ന് ഉള്ളി കാണിക്കാം. ഉള്ളി റെഡിയിലേക്ക് അല്ല, സവോള ഒന്ന് റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഇടണം. അതായത് കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഉണ്ട്, പിന്നെ നമ്മൾ പേസ്റ്റ് ആക്കി വെച്ചാൽ തക്കാളി ഉണ്ട്. അത് 2 ഇടണം. പേസ്റ്റ് ആക്കി വെച്ചാൽ ഇപ്പം ഇടണം. അതൊന്ന് വാടി കഴിഞ്ഞിട്ട് ഇതൊന്ന് വാടി ഇതൊന്ന് വാടി കഴിഞ്ഞിട്ടാണ് അമ്മു പറഞ്ഞത്. അപ്പൊ അമ്മു പറഞ്ഞ പോലെ നമുക്ക് കാര്യങ്ങൾ ചെയ്യാം. ദൈവത്തിന് അറിയട്ടാ. അയ്യോ, ഞാനാ ചേച്ചി പറഞ്ഞു. അല്ല മക്കളെ, എന്റെ മൈക്ക് അമ്മൂന് കൊടുത്തു ഞാൻ മൈക്ക. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് മമ്മി കാര്യമായിട്ട് പറയുന്നില്ല ഓയിൽ ഉണ്ടാവും. അപ്പൊ അമ്മൂനെ അതിന് കൊടുത്തു. മമ്മി ഒരു സൈഡായിട്ട് അപ്പുറത്തെ സൈഡ്, ഇപ്പുറത്തെ സൈഡ്, അപ്പുറത്തെ സൈഡ് അമ്മു, ഇപ്പുറത്തെ സൈഡ്. അപ്പൊ ഈ തക്കാളി ഒന്ന് കഷ്ണം തക്കാളി ചൂടായി കഴിയുമ്പോ പേസ്റ്റ് തക്കാളി ഇടാം. ഓക്കെ, 2 തക്കാളിയാണ്. അതൊരു തക്കാളി, 2 തക്കാളി. അപ്പൊ തക്കാളി ടൈമിൽ വരാം. ഓക്കെ, ഞാൻ ഉണ്ടാക്കണം. മധൂത് കഴിച്ച് നല്ല ഒരു മയങ്ങി വീഴും. അങ്ങനത്തെ സ്പെഷ്യൽ സാധനം ഉണ്ടാക്കണം. അപ്പൊ കഴിച്ചേ നമ്മള് തക്കാളി കഷ്ണം തക്കാളി ഒരു വിധം ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് പേസ്റ്റ് തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചായ അടിക്കുന്ന സൗണ്ട് തന്നെ. അപ്പൊ കൈയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പഠിച്ച് റെഡിയാക്കില്ല. അത് കഴിഞ്ഞ് അപ്പൊ ഗൈസ് നമ്മള് സാധനം ഒരു ഇത് ഇട്ടുണ്ട് തക്കാളി, അത് മതി. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊണ്ടുവരാം. ഉന്നി പറിച്ചിടോ. അയ്യോ, ഓന്റെ സ്ഥലം പോയേ. മമ്മിയൊക്കെ ഔട്ട് ഓഫ് ഫാഷനായി, ഞങ്ങളാണ് അയ്യോടാ. അത് കഴിഞ്ഞിട്ടേ ഒരു നുള്ളു ഉപ്പ് ഇടണേ. ഇതിന് മാത്രം, ചിക്കന് മാത്രമുള്ള ഉപ്പ് ഇടണം കുറച്ച്. എന്നിട്ട് അപ്പൊ കഴിച്ച് നമ്മള് ഒരു നുള്ളു ഉപ്പ് ആദ്യം ഇട്ട് കൊടുക്കണം. എന്നിട്ട് ബാക്കി നമ്മൾ അരി വേവിക്കുമ്പോ ഇടുള്ളൂ. ഇത് നമ്മള് ചിക്കനുള്ളതാണ്. ആ മതി മതി. ഇട്ടുണ്ട്, കുറച്ചുകൂടി ഇട്ടേക്ക്. അയ്യടാ. ഇനി നമുക്ക് കബ്സ മസാലയാണ് പറഞ്ഞത്. അപ്പൊ നമുക്കത് കിട്ടിയില്ല. അപ്പൊ നമ്മൾ സാധാ ഗരം മസാലയാണ് ഇടുന്നത്. കബ്സ ചിക്കൻ്റെ ഒരു ഐറ്റം അല്ല അങ്ങനെ. അത് ഇതുപോലെ തന്നെ മധുപോലെ തന്നെ സാധനമാണ് കബ്സ. ഓരോ പേരുകൾ ഇട്ട് ഇറക്കിയേക്കണ്. മന്തി, മധു. ആ അതന്നെ വേറെ വേർഷൻ. കഴുകിയിട്ടില്ല. അപ്പോഴും രണ്ടാമത് കഴുകണ സമയത്ത് അത് മൂക്കട്ടെ. അപ്പൊ നമ്മള് ചിക്കൻ വരഞ്ഞു വെച്ചാൽ മമ്മി കഷ്ടപ്പെട്ട് വരഞ്ഞു വെച്ച ചിക്കൻ, കഴുകി വരഞ്ഞു വെച്ച ചിക്കൻ നമ്മളിതിലേക്ക് തട്ടാൻ പോയാണ്. പെരക്കിടായിരുന്നു. ആ വെള്ളം കൂടി വെള്ളം വീഴാണ്ടിരിക്കാനെ പെരക്കിടാന്ന് പറഞ്ഞു. അപ്പൊ അതെ ചിക്കൻ ഇട്ടു. നമ്മള് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സിമ്മാക്കിട്ടിട്ട് ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ പതുക്കെ ഇളക്കി ഒന്ന് ഇതാക്കി എടുക്കണം. സിമ്മ ചെയ്ത എയർടെലിന്റെ സിം ഇട്ടാൽ മതി. ആ എന്നിട്ട് എന്നെ കളിയാക്കാൻ കുറച്ചിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് നമ്മൾ വേവിക്കാൻ. ഇളക്കി വിയോജിപ്പിക്കല്ല, യോജിപ്പിക്കുക. അതെ, എന്തായി പോവാ. മസാല ഒന്ന് പിടിക്കണം. അപ്പൊ നമ്മള് സാധനം ഇളക്കി യോജിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ.
അത് ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇത് വിസിലടിക്കുമ്പോൾ സാധനം അതിങ്ങനെ ചിലപ്പോ ആ ഒരു മുരിവിന്റെ ഒരു ടേസ്റ്റ് വരാനായിരിക്കും ചിലപ്പോ. പക്ഷെ അങ്ങനെ വരില്ല, അതില് സവാള ഉണ്ട്, അപ്പൊ മുരിയില്ല അത് നമ്മളെ അരി എടുത്ത നമ്മള് 3 കപ്പ് അരി എടുത്തു. അപ്പൊ 5 കപ്പ് വെള്ളം എടുത്ത് നമ്മൾ മാറ്റി വെച്ചു. എന്നിട്ട് നമ്മൾ ഈ ഇത്ര വെള്ളം മാത്രമേ നമ്മൾ റൈസ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ, ചിക്കൻ വേവിക്കാനും റൈസ് ഉണ്ടാക്കാനും. അപ്പൊ ഇതില് നമ്മൾ ചിക്കൻ മുങ്ങി കിടക്കണം, ആ ലെവലില് വെള്ളം വെച്ചിട്ട് ചിക്കൻ വേവിക്കണം. നമുക്ക് നമ്മുടെ കുക്കറിൽ ഒരു വിസിന് മതിയാകും. ആൾക്കാർ മറ്റേ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ചെയ്യാം, അത്രയും ചെയ്യാം. എന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാമോ? അപ്പൊ ഗൈസ് നമ്മള് വെള്ളം ഒഴിക്കാൻ പോണ്. മതിയാമോ? ഒഴിച്ചോ? മതി. ചിക്കന്റെ ലെവലിന് വെള്ളം ഇറക്കിയിട്ട് കേട്ടോ, കാലിറക്കി തന്നെ പറയണേ. എന്നിട്ട് നമുക്ക് ആ ബാക്കി എടുത്ത വെച്ച് വെള്ളം നമുക്ക് തിളപ്പിച്ചിട്ടാണ് ഒഴിക്കണ്ടേ. അപ്പൊ തിളപ്പിക്കാൻ ഇങ്ങനെ സാധനം. അപ്പൊ ഇനി എന്തൊരു ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് വെള്ളം ഉണ്ട്. ഇത് നമ്മൾ അളന്ന് വെച്ചാൽ വെള്ളം മൊത്തം 5 കപ്പ് ഉണ്ട്. 3 കപ്പിന് 5 കപ്പ് വെള്ളം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ബാലൻസ് നമ്മൾ ഇതിലിട്ട് തിളപ്പിച്ച് വെക്കണം. എന്നിട്ട് ഇത് കുക്കർ അടിച്ച് ഒരു വിസിൽ അടിച്ച് തുറന്നു കഴിഞ്ഞിട്ട് വെള്ളം ഒഴിച്ച് അരി ഇടണം. പരിപാടി പിന്നെ ഒരു വിസിൽ അടിക്കാം. വിസിൽ അടിച്ച് കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റ് വെച്ചതിന് ശേഷം വിസിൽ എടുത്ത് കളയാം. അല്ല വിസിൽ എടുത്ത് കളയാം, വിസിൽ എടുക്കാം. എന്നിട്ട് മാഗി ക്യൂബ് ഇപ്പൊ ഇട്ടിട്ടെ മധുത് അതാ മൂടി വയ്ക്കല്ലേ. ഇതിന് ബെല്ലും ബ്രേക്കും ഒന്നും ഇല്ല കൈസ്. അപ്പൊ കൈസ് നമ്മള് കുക്കർ മൂടാൻ പോണ്. തിള വന്നിട്ടുണ്ട്, കുക്കർ മൂടുന്നു. അപ്പൊ നമ്മള് കുക്കർ മൂടി കൈസ്. ഇനി ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് തുറക്കാം. സ്ലോയിൽ വെക്കണോ? തിളപ്പിക്കണ്ട, നല്ലോണം ചൂടാക്കിയാൽ ഇനിയിപ്പോ ചിക്കൻ വിസിൽ വന്നാ ഈ വെള്ളം തിളക്കിയ അതിലിടാ, അരി ഇടാ. എന്നിട്ട് മാഗി ക്യൂബ് ഉണ്ട്, അതൊരെണ്ണം സ്ലൈസ് ചെയ്ത് അതിനകത്ത് ഇടാ. എന്നിട്ട് ഒരു വിസിലും കൂടി അടിച്ചു കഴിഞ്ഞിട്ട് ഈ സാധനത്തിന്റെ ഒരു 4-5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ ആവി കളയാ, തുറക്ക, സെർവ് ചെയ്യാം. അത്ര പരിപാടി. അപ്പൊ ഗൈസ് നമ്മള് നമുക്ക് ഇത് ഇനി സംഭവം വെന്ത് കഴിഞ്ഞ് കഴിയുമ്പോ വെള്ളം ഇടുന്ന ടൈമിൽ, അരി ഇടുന്ന ടൈമിൽ കാണിച്ചു. ഓക്കെ ഞാൻ ഒരു കാര്യം പറഞ്ഞു, നമ്മളൊരു സംഭവം നമ്മൾ സ്കിപ്പ് ചെയ്തോട്ടെ, കിട്ടാത്തോണ്ടാണ്. അല്ല, കറുത്ത നാരങ്ങ ഞങ്ങൾക്ക് കിട്ടിയില്ല, നിങ്ങൾക്ക് കിട്ടുമ്പോ നിങ്ങൾ ഇട്ടോട്ടെ. അപ്പൊ കഴിച്ച് നമ്മള് ഒരു വിസിലടിച്ച് കുക്കറിന്റെ ഇത് തുറന്നിട്ടുണ്ട്. ഇപ്പൊ ഇങ്ങനെ ഈ സാധനം ഇനി വെള്ളം തിളപ്പിക്കാൻ വെച്ച് വെള്ളം തിളക്കുന്നുണ്ട്. ഇനി വെള്ളം ഇതിനകത്ത് ഇടാ. അത് കഴിഞ്ഞിട്ട് മാഗി ക്യൂബ് ഇടാ, ഈ പച്ചമുളക് കൂടെ ചെന്ന് അത് ഇടാ. എന്നിട്ട് അരി ഇടാ, ഉപ്പിടാ. അത്ര ഉള്ളു പരിപാടി. അപ്പൊ നമ്മള് വെള്ളം ഇടാ ആദ്യം തന്നെ അല്ലേ? വെള്ളം ഓഫ് ചെയ്തോ? വെള്ളം അപ്പൊ അളന്ന് വെച്ചതാണ്. അളന്ന് വെച്ചാണ് വെള്ളം. ഇനി തെറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നോട് ക്ഷമിക്കാം എല്ലാവരും. ഒരു ക്യൂബ് മതിയാവും കേട്ടോ. പോവാ ഒരു ക്യൂബ് മതിയോ? സ്റ്റോക്കല്ലേ, കുഴപ്പമുണ്ടാവോ? 2 ഇടണോ? അന്നാ ഉപ്പ് നോക്കണം, കാരണം നല്ല ഉപ്പായിരിക്കും. അത് ഇട്ടിട്ട് 2 ഉണ്ടെങ്കിൽ ഇട്ടോ, എന്നിട്ട് ഉപ്പ് നോക്കിട്ട് ബാക്കി ഉപ്പിട്ടാൽ ഒറിജിനൽ ചിക്കൻ. മാഗി അല്ല, ചിക്കന്റെ സ്റ്റോക്കടാ. പൊടിച്ചിടും. അപ്പൊ അതെ മാഗി ക്യൂബ് നമ്മൾ ഇട്ടോണ്ടിരിക്കണം. ഇതാണ് മാഗി ക്യൂബ്. നീ അമ്മ പച്ചമുളക് ഇടണം. അപ്പൊ ഞാൻ നമുക്ക് ഇപ്പൊ മിക്സ് ആക്കിട്ട് ഉപ്പ് നോക്കാം, എന്നിട്ട് ഉപ്പ് ഇടാട്ടാ. ഇപ്പൊ നമ്മള് ചിക്കനുള്ള കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അമ്മ പച്ചമുളക് ഇട്ടില്ലേ? ഉപ്പിട്ടാ? ഉപ്പിട്ടിട്ടില്ല. അത് എല്ലാം നോക്കുക. ചിക്കൻ ക്യൂബ് അത് മമ്മി നോക്കിയോ? ഊതാണ്ട് കൊടുത്ത ഉപ്പില്ല.
ആ 14 കഴിച്ചു. ഞാൻ ഒന്ന് ഊതണ്ടേ ചട്ടകം കൊണ്ടല്ലേ അങ്ങ് ഊരിയിട്ട്. അതൊരു ലേശം വെള്ളമല്ലേ മീ എന്തായാലും 30 നോക്കിയാ മീ 1/2 കിലോ. ഇത്ര മതിയോ? അത്ര ഇട്. പക്ഷെ ഊതാണ്ടായാലും മതി, മനുഷ്യ ശരീരത്തിലല്ലേ ആ വീഴണേ. അതൊക്കെ സംഭവിച്ചു ഇഞ്ഞിടണോ ഇഞ്ഞിടണ്ട, ഇനി ഒന്നും കൂടി ഇളക്കി ഇത്തിരി കൂടി ഇടാല്ലേ? ഒരു തുള്ളി കൂടി. അതൊന്നും ഇളക്കിയിട്ട് അമ്മൂന്റെ വായില അല്ല മമ്മീന്റെ വായിൽ അമ്മുന്റെ വായ എന്റെ വായ കളയോ മമ്മി ടേസ്റ്റ് ചെയ്തൊക്കെ ഉപ്പുണ്ടോ? ഇതിലെവിടെ വെള്ളം? ഓക്കെ ഓക്കെ ഉപ്പുണ്ടോ? ഉണ്ട്. ഒരു പക്ഷേ പൊടിക്ക് അരി മുന്നിട്ട് നിൽക്കണം. അപ്പൊ ഒരു പൊടിക്ക് കൂടി ഇടണം. അപ്പൊ ഒരു പൊടിക്കും കൂടി ഉപ്പിടാനാണ് മമ്മി പറഞ്ഞത്. എത്ര മതിയാ? ഉപ്പ് സോഡ മതി. ഇനി ഇത്തിരി ഓയിലും കൂടി ഒഴിക്കണോ? സ്റ്റിക്കാവോ? ആ ഓയില്ല ചോദിച്ചോ, അല്ലെങ്കിൽ അരി ഒട്ടി പിടിക്കും ചിലപ്പോ. അരി ഇതൊക്കെ അരി ഒരുപാട് അത് ഓഫ് ചെയ്തിട്ടൊക്കെ അരി ഒരുപാട് ഒട്ടി പിടിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ കുറച്ചുകൂടി ഓയിൽ അല്ല ഓയിലൊക്കെ പൊട്ടിച്ചത് കഴിഞ്ഞാ പൊട്ടിച്ചതാണത്. പൊട്ടിച്ചാണ്. എന്താ പൊട്ടിച്ച? എത്ര മതിയോ മീ? മതി 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 അധികം ഉണ്ടല്ലേ. അപ്പൊ ഓയിൽ ഇട്ടു, ഇനി അരിയും കൂടി ഇട്ട് നമുക്ക് സാധനം അത് കത്തിച്ചോ. അപ്പത്തേക്കും കത്തിച്ചോ കത്തിച്ചോ. അരി എടുത്തിടാം, അടയ്ക്കാം, ഒരു വിസലിനെ കാത്തിക്കാം. നമ്മള് സാധനം ഇട്ടു, അരി അരി ഇടാൻ മമ്മി ഇടണോ? ആ മമ്മി ഇട്ടു. ദൈവമേ. അപ്പൊ guys, മമ്മി ഇത് അരി ഇടാൻ മമ്മിയാണ് മെയിൻ. മമ്മിയാണ് അരി ഇടണത്. ഇതിലാണ് എന്റെ അമ്മ ഗവ് തന്നെ. മമ്മി എത്ര പ്രാവശ്യം കറിയിട്ടുണ്ട്. നമ്മളിത് എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും അരി ഇടലാണ് കഴിവ്. ഇടുന്ന സ്ലോ മോഷൻ കൗണ്ടിലോ. നിങ്ങൾ രണ്ടുപേരും അല്ലിട്ട് ഇനിയിപ്പൊ എന്താ പറ്റാന്ന് വെച്ചാൽ ചോറ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ മമ്മി അരി ഇട്ടോണ്ടാണ് എന്നാരും പറയാൻ നിൽക്കരുത്. ഇതൊക്കെ എന്നെ കാണിക്കും. എന്നാ മമ്മിയാണ് ഇതിന്റെ മെയിൻ ഉത്തരവാദിത്വം ഏറ്റെടുത്താണ്. മനസ്സിലായി? അയ്യടാ വെള്ളം കൂടുതലാണ്. ചേച്ചി. അയ്യോ ആ ചേച്ചി പറഞ്ഞനുസരിച്ചാണ്. വെള്ളം കൂടുതലാണ്. വെള്ളം കൂടുതലാണെങ്കിൽ കഞ്ഞിയായിട്ട് കുടിക്കുക ഗൈസ്. സൂപ്പ്. മുഹമ്മദ് കുബി എനിക്ക് ബീഫ് കറി ഉണ്ട്. അപ്പൊ ഞാൻ സൂട്ടിച്ചു കൊടുക്കാം. ഇതെന്താണെങ്കിലും നമ്മൾ കാണിച്ചിരിക്കും ഗൈസ്. അതായത് വെള്ളം കൂടി കഞ്ഞി ആയി നമ്മളിത് കാട്ടിക്കളയുന്നത് വരെ കാണിക്കും. കാട്ടിക്കളയോ? സാൻഡിക്കും ബ്ലാക്കിക്കും കൊടുക്കാം നാളെ. അല്ല മീ റോളക്സിന് മമ്മി കഴിച്ചോളൂ. അയ്യോ അങ്ങനെയല്ല അമ്മയുടെ മോന്ത പോയടാ. നീ നിങ്ങളെ കളിയേക്കണ ഞാൻ പറയാ വെള്ളം കൂടോ കൂടില്ലെന്ന് ഞാൻ പറയാം. അതുകൊണ്ടല്ല കൂടോ? ഇല്ല കറക്റ്റ് ആണ് മീൻ. ഈശോയെ. ഏയ് മമ്മിയുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവിന് ഇത് വന്നില്ല. വെള്ളം കൂടോന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നാലും അടിച്ചു നോക്കല്ല. അപ്പൊ നമുക്ക് കുക്കറിട്ട് അടിക്കാം, കുക്കറിന്റെ അടപ്പാനിട്ട് അടിക്കാം. കുക്കറിന്റെ അടപ്പാൻ തിളച്ചിട്ടോ വെച്ചാ മതി. ഒന്ന് തിള എന്നിട്ട് അതിനാ അപ്പൊ വെള്ളം പറ്റൂലോ. അങ്ങനെ അടച്ചോ നീ. ദൈവമേ, എനിക്കിപ്പോ ടെൻഷനായിട്ട് വെള്ളം കൂടും. അപ്പൊ ഗൈസ് നമ്മളിത് രണ്ടും കൽപ്പിച്ച് അടച്ചു. ഇത് കൂട്ടി വെക്കണോ കുറച്ച് വെക്കണോ മീ? അപ്പൊ കൂട്ടി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വേണം. ആ ഇനി സംഭവം കഴിഞ്ഞ് കഴിഞ്ഞ് തുറന്നു കഴിയുമ്പോ കാണിച്ചു. ആ ഇപ്പൊ എനിക്ക് വെള്ളമൊക്കെ ഞാൻ അളന്നെടുത്തേ. വെള്ളത്തിലാണ് main സംഭവം. ആൾക്കാരോട് ഇത് കുളമായാലും കഴിക്കാനായിട്ട് ആൾക്കാരോട് കുഴപ്പമില്ല. സാൻഡിയും ബ്ലക്കിയൊക്കെ കിടക്കണം ഇങ്ങനെ നമുക്ക് നീണ്ടെന്ന് പറഞ്ഞു. അയച്ചോടാ. ആ അപ്പൊ ഇനി തുറക്കുമ്പോ കാണിച്ചുതരാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് വിസിൽ വന്നിട്ടുണ്ട്. വിസിൽ വന്ന് സാധനം ഓഫ് ചെയ്തു. ഇപ്പൊ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണം. അപ്പോൾ വെയിറ്റ് ചെയ്ത് ഏകദേശം അവറായിട്ടുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന്റെ വിസില് അതായത് ആവി കളയും തുറക്കും. സംഭവം എങ്ങനെയാണെന്ന് അറിയില്ല. ഹൃദയം കിടന്ന് ഇടിച്ചോണ്ടിരിക്കണം എല്ലാവരും. മമ്മീടെ അടക്കം. അയ്യോ അങ്ങനല്ല. സമയത്ത് 1 മിനിറ്റ് കൂടി കഴിയണം ഗൈസ്. 2 മിനിറ്റ് കൂടി കഴിയണം. നിർണായകമായ 2 മിനിറ്റ്. അപ്പൊ ഗൈസ് സമയമായി. നമ്മൾ വിസിൽ കളഞ്ഞോണ്ടിരിക്കുകയാണ്. കണ്ട് കുക്കറിന്റെ ഉള്ളിലോട്ട് നെഞ്ചെടുപ്പിന്റെ ദിനങ്ങളാണ് ടൈമാണ്. തുറക്കാൻ പോണേ. മെല്ലെ ഉണ്ട് എന്തായാലും. നല്ല മന്തിയുടെ തീരണില്ല. വേറെ കുറച്ച് നേരം ഇപ്പൊ ആവി കളഞ്ഞാൽ നന്നായി. അല്ലെങ്കിൽ ഇത് വെന്തു പോയും. അതാണ് പ്രശ്നം. ഇതിപ്പ തുറക്കും. നല്ല ആവി ഉണ്ടായി ഇതില്. അയ്യോ അതേ കഴിഞ്ഞു. ഇത്ര ആകാംക്ഷയോടെ നമ്മൾ ഒന്നിനും കാത്തിരുന്നിട്ടില്ല കേട്ടാ. അതെന്താണെന്നാവോ? വെള്ളം ഉണ്ട്. വെള്ളം വന്നാണ്ട് കൊടുത്തു. അയ്യോ പോയി ഇതിന്റെ ഇത് വിട്ടളഞ്ഞു. ഇത് എന്നിട്ട് വരും. ഇതിപ്പ തുറക്കും.
ഈ അടുത്ത നിമിഷം തുറക്കും. ഇതിപ്പൊ പൊട്ടിക്കും ഇത് അടുത്ത ഇപ്പൊ പൊട്ടിക്കാൻ പോണു ഇതേ പൊട്ടിക്കാൻ പോണു. പൊട്ടിക്കും. ഓ പാലൂർക്ക ഏയ് തുറക്ക് നീ, അങ്ങനെയൊന്നും ആയിട്ടില്ല. വെള്ളമുണ്ട്. ഇട്ടേ മാറിയ വെന്തോന്നൊക്കെ ചോറ് ചോറ് വന്നിട്ടില്ല. ചോറ് കണ്ടല്ലോ അറിയാം, ചോറ് വന്നിട്ടില്ല. കണ്ട വെന്തട്ടില്ല. അടച്ചു വെച്ചാലോ? 5 മിനിറ്റ് കൂടി ഇങ്ങനെ അടച്ച് അടി ഒന്ന് ഇളക്കി കൊണ്ട് അടച്ച്. അടി പിടിച്ചോ? ഇല്ലല്ല, ഇളക്കി വിസിലടിക്കണ്ട? വിസിലടിക്കണ്ട. വെറുതെ ഓണാക്കണം. ഒന്നും ചെയ്യണ്ട, വെറുതെ നിങ്ങൾ അടച്ചു വെക്കും. അതന്നെ, ഒന്നും അടച്ചു വെച്ച പോലെ അത്ര മാത്രം ചെയ്താൽ മതി. വെള്ളം അധികം കൂടുതലില്ലല്ലേ? ആ അത് ശരിയാവൂടാ അതേ. ഒന്ന് അടച്ച് ആവി കളയാണ്ട് അടച്ച് വേറെ ഒന്നും ചെയ്യണ്ട നിങ്ങൾ. അതിപ്പോ മിക്സ് ചെയ്യണ്ടായിരുന്നു, മിക്സ് ചെയ്ത കുളുകുളൊന്നാവും. ഇല്ല, കുളാവൂല. അല്ലെ അടി പിടിക്കോ? അങ്ങനെ മാത്രം വെച്ചാൽ മതി. ഇത് ഇണ്ടാ ഇതിടണം. ടൈറ്റ് ആയിട്ട് നിൽക്കട്ടെ, ദമ്മാവട്ടെ. ടൈറ്റ് ആവണേ, പറ മമ്മി പറ. അപ്പൊ ആയിട്ട് കാണാലോ. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നു നോക്കാം. ആദ്യത്തെ ശ്രമപ്പാളി. ഇനി ശരിയാവോന്ന് അറിയില്ല, കുറച്ചേരം ഇരിക്കട്ടെ. ഹായ് ഗൈസ്, അപ്പൊ നമ്മുടെ സാധനം ഏകദേശം സക്സസ് ആയി. സംഭവം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ മധുബൂത്. ഇതാണ് മധുബൂത്. അപ്പൊ നമുക്ക് ഇനി പ്ലേറ്റിലാക്കി കഴിക്കണം. മയണൈസ് നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇവിടെ ഞരമ്പ് പിടിച്ചിക്കണ പേടി. ചാവറമി. അപ്പൊ പ്ലേറ്റിലാക്കി കഴിക്കുന്ന ടൈമിൽ കാണാലോ മീ. അതന്നെ വീട്ടിലാക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ഓക്കെ. അപ്പൊ മക്കളെ, നമ്മുടെ എങ്ങനെയുണ്ട് മീ സംഭവം? സാധനം മധുബൂത് സൂപ്പർ. ടേസ്റ്റ് ഉണ്ടാ? അടിപൊളി, നൈസായിട്ട്. അമ്മ കഴിച്ചേക്ക്. അവർ രണ്ടുപേരും കഴിച്ചു. അമ്മ കഴിച്ചല്ലേ, അമ്മ കഴിച്ചോട്ടെ. നല്ല രസമായിട്ടാ. ടേസ്റ്റ് ഉണ്ടോ അമ്മ? അല്ല മമ്മി നല്ല ഓക്കെ ആണോ? ആ മന്തിയുടെ ടേസ്റ്റ് മന്തിയുടെ ടേസ്റ്റ് ഉണ്ട്. മന്തിയുടെ ടേസ്റ്റ് ഉണ്ടോ മമ്മി? ഉണ്ട്, പക്ഷെ അതല്ല. മന്തിയുടെ ടേസ്റ്റ് ഉണ്ടോ പോലെ? ഓക്കെ അല്ലേ? അപ്പൊ ആ സംരംഭം നമ്മൾ വിജയിച്ചു. മധൂത് അടിപൊളി മധൂത് കിട്ടി. അപ്പൊ സൺഡേ സ്പെഷ്യൽ മധൂത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി പൊട്ടിക്കുക. ഓക്കെ, ഇതൊന്ന് ആറി കഴിഞ്ഞാൽ ഇത്രയും കൂടി നല്ല സെറ്റായി.